നമ്മളിപ്പോൾ അതാ പന്തളം വലിയതോടിൻ്റെ കൊടുന്താറ്റ് കടവിൻ്റെ ഭാഗത്താണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ശുചീകരണം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയായപ്പോൾ തന്നെ നല്ലൊരു ഭാവവും അവർ ശുചീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഡിവൈഎഫ്ഐയുടെ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റിയാണ്. അതിന് ഡി സി അംഗങ്ങളും ഡി സി മെമ്പേഴ്സ് ഉൾപ്പെടെയുണ്ട്. പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റി മുൻ പ്രസിഡന്റ് മുൻ ഭാരവാഹിയും ഇപ്പോൾ ഡി സി മെമ്പറായിരിക്കും സൂരജ് ചേരുവാണ്. സൂരജ്, നിങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണവും ജനങ്ങളുടെ സഹകരണവും എല്ലാം ഞങ്ങൾക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ ഉച്ച ഊണായതുകൊണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നല്ല രീതിയിൽ ഞങ്ങളിത് പൂർണ്ണമായി വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് കടക്കത്തുള്ളൂ. പത്തനംതിട്ടയിൽ നിന്നാണ് ഈ പന്തളത്തെത്തി. വലിയ ദൂരമൊന്നുമില്ല, ജില്ല തന്നെയാണെങ്കിൽ പോലും പത്തനംതിട്ടക്കാരോട് ഒന്ന് എത്തി പ്രവർത്തിച്ചു. ഈ നാട്ടിലെ ആളാണല്ലോ. എങ്ങനെ പരിപാടി എങ്ങനെ ഇവരുടെ പ്രവർത്തനം ഈ വെയിൽ പോലും പോകാതെ ഭയങ്കര പരിശ്രമങ്ങളായിരുന്നു. നേരമ്പളത്തെ തൊട്ട് പരിശ്രമങ്ങൾ, നൂട് വെട്ടി, മരം വെട്ടി, മുള്ളും കാടും എല്ലാം വലിച്ച് കരക്കിട്ടു. ഇവര് നിങ്ങളുടെ പഴയ വലിയ തോടിനെ തിരിച്ചു നൽകുമോ? വലിയ തോട് വൻ തോതിലായിരുന്നു, ഒരാറ് പോലെ. ഇപ്പം അത് പോയി, എങ്കിലും അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ആക്കുന്നുണ്ട് വളരെ. ഞാൻ കുഞ്ഞിലെ തൊട്ട് ജനിച്ച 70 വയസ്സുണ്ട്. 5 വയസ്സ് തൊട്ട് ഇതിൽ നീന്തിയും കളിച്ചും ജീവിച്ച ആളാ. അന്ന് ഇങ്ങനല്ലായിരുന്നു തോട്. നമുക്ക് ഇവിടുന്ന് അക്കരയോട്ടൊക്കെ നീന്തിയൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. മഴ പെയ്യുമ്പോഴത്തേക്ക് രണ്ടു കരയെ ഒഴുകി. അപ്പോൾ അതെല്ലാം അടഞ്ഞു നാശപ്പെട്ടു. എന്ന് ഏറെക്കുറെ വൃത്തിയായിട്ടുണ്ട്. ഇത്രയൊക്കെ പറ്റൂ. സംഘാടന ഇവിടെയുള്ള ആള് നമ്മൾ ഇവിടെയുള്ള ആളാണ്, ഇവിടുത്തെ ആളാണ്. നമുക്ക് ഇവിടെയുള്ള ആൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നമുക്കിനി പത്തനംതിട്ട ഡിവൈഎഫിലെ ഡി സി മെമ്പർ കൂടെയാണ്. ശ്യാമോടെ പോയി, ശ്യാമോടോ ഡി സി മെമ്പർ കൂടെയാണ്. സഖാവേ, നിങ്ങൾ ഇവർക്ക് തിരിച്ച് ഇവരെ വലിയ തോടനെ തിരിച്ചു നൽകുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. ഉച്ചയായി എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് മാറിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും ഞങ്ങൾ ഈ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് പോകും. 5 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഈ തോട് വൃത്തിയാക്കി. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ശ്യാമോട് ചേരുവാണ്. ശ്യാമേ, ചോദിക്കാം. ശ്യാമേ, നിങ്ങൾ എത്ര പേരാണ് പത്തനംതിട്ടയിൽ എത്തിക്കുന്നത്? പത്തനംതിട്ടയിൽ 100 കണക്കിന് സഹാക്കളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. രാവിലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സഹാക്കൾ കൃത്യമായി ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ വലിയ തോടിനെ നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുമെന്നാണ് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റിക്ക് ഇവിടെ പറയാനുള്ളത്. ഡിവൈഎഫ്ഐയുടെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റിയോടുകൂടിയാണ് നിങ്ങളുടെ നാടിനെ, അത് നിങ്ങൾക്ക് അവസാനം എത്തിയത്, നിങ്ങളുടെ നമ്മുടെ നാടിനെ എൻ്റെ വലിയ തോടിനെ വീണ്ടും എടുക്കുന്നത്. അത് വലിയ ശ്രമത്തിന് എങ്ങനെയാണ് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ നന്ദി പറയുന്നത്? നാട്ടുകാരൻ മാത്രമല്ല, ഞാൻ പഴയ DYFIയുടെ പന്തളം ഏരിയ സെക്രട്ടറി കൂടിയാണ്. ആദ്യമായിട്ട് പന്തളം ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ എൻ്റെ 2ാമത്തെ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. ഈ വലിയ തോടിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കർത്തവ്യമായിട്ട് മറ്റാർക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഈ ജില്ലയിലെ യുവതയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. പണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ കൊച്ചുനാളിൽ തന്നെ സ്കൂള് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ തോട്ടിലേക്ക് ചാടും. സ്കൂളിലെ പോകാനുള്ള സമയത്തെ തിരിച്ചു കയറും. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ ഈ തോട്ടിലേക്ക് ചാടുമായിരുന്നു. അങ്ങനെ മുതിർന്നവർ വടിയെടുക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഈ തോട്ടിൽ നിന്ന് കയറത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വലിയ തോട്, കർഷകർക്ക് ആശ്വാസമായ, എല്ലാവരുടെയും കന്നുകാലികളെ കുളിപ്പിക്കാൻ, കൃഷിക്കാർക്ക് തുണി നനയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ തോട് വളരെ മലീമസമായി പോയ ഒരവസ്ഥയിൽ ഇതിപ്പോൾ ചെയ്യാൻ ഇതുപോലെ കേരളത്തിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ജില്ലയിലെ DYFIക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കേട്ടല്ലോ, ഡിവൈഎഫ്ഐയുടെ പന്തളത്തെ ആദ്യത്തെ ബ്ലോക്ക് കമ്മിറ്റി, അന്നത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഭാരവാഹി കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, തിരിച്ച് പത്തനംതിട്ടയിൽ നിന്നെത്തിയ സഖാക്കൾ അല്ലെങ്കിൽ DYFI പ്രവർത്തകർ ഇവർക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഈ ഭാവം ക്ലിയർ ആക്കി കൊടുക്കുമോ? ഉറപ്പായും തിരിച്ചു കൊടുത്തിരിക്കും. ഉറപ്പായും ഞങ്ങളിത് പഴയ രീതിയിലുള്ള വലിയ തോടാക്കി ഞങ്ങൾ കൊടുത്തിരിക്കും. തീർച്ചയായിട്ടും. ഇതാണ് DYFI പ്രവർത്തകർ പറഞ്ഞത്. ഇപ്പോൾ അവർ പറഞ്ഞ വാക്കാണ്. ഇന്ന് രാവിലെ B നിസാം പറഞ്ഞു, ഇവരും പറയുന്നത് ഇവർ ഈ ഭാവമാണ് ക്ലീൻ ചെയ്യുന്നത്. ഉറപ്പായിട്ട് നമ്മൾ വൈകിട്ട് തിരിച്ചെത്തും കേട്ടോ. എത്തുമ്പം ക്ലീൻ ആക്കുക. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജി T ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.